എറൈസ് കോളേജിന്റെ പുതിയൊരു ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇലക്ട്രൽ സിസ്റ്റം ഇൻ ഇന്ത്യ. ചാപ്റ്റർ 18 സമ്മതിദായക അവകാശം. ഇന്ത്യയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, എങ്ങനെയാണ് അതിനെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു ഭരണ സംവിധാനം ഉണ്ടാവുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. മുമ്പുള്ള ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞു ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്, ഇവിടെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് രൂപീകരിക്കുന്നത്, ആ ഗവൺമെന്റ് ആണ് ഭരണം കൊണ്ടുപോകുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്? ഇതിനൊക്കെ ഒരു പ്രൊസീജിയർ വേണ്ടേ, ഒരു സിസ്റ്റം വേണ്ടേ? ആ സിസ്റ്റമാണ് മക്കളെ ഇലക്ട്രൽ സിസ്റ്റം. സമ്മതിദായക അവകാശം, ഒരു വോട്ട് തെരഞ്ഞെടുപ്പായിട്ട് നടത്തുന്നതിനെയാണ് നമ്മൾ, ആ ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ പറയുന്നത്. ഇതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് എലക്ഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്. എന്താണ് എലക്ഷൻ, എന്താണ് തിരഞ്ഞെടുപ്പ്, എന്താണ് ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് നോക്കാം. ഇപ്പോ നമുക്കറിയാം ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന്, അതായത് പല വിഭാഗത്തിൽ നിന്നും ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് ഓരോ നേതാക്കൾ രൂപപ്പെട്ടു വരികയും ആ നേതാക്കന്മാർ ഒരു പാർട്ടിയെ റെപ്രസെന്റ് ചെയ്ത് ഈ പാർട്ടി നമ്മൾ ഇലക്ഷന് വേണ്ടിയിട്ട് പേര് കൊടുക്കുക, എന്നിട്ട് അവര് തിരഞ്ഞെടുപ്പിൽ നിൽക്കുക. ആ പാർട്ടിയിൽ ആ നേതാവിന് വേണ്ടിയിട്ട് ഈ എല്ലാ ആളുകൾക്കും ഈ തെരഞ്ഞെടുപ്പിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് തെരഞ്ഞെടുപ്പിൽ നിൽക്കുക. അതിൽ ആർക്കാണോ കൂടുതൽ വോട്ട് ലഭിക്കുന്നത്, ആർക്കാണോ കൂടുതൽ സ്ഥാനം ലഭിക്കുന്നത്, അവരായിരിക്കും അതിൽ തെരഞ്ഞെടുക്കപ്പെടുക, എലക്ട് ചെയ്യപ്പെടുക. ഇതാണ് എലക്ഷൻ. എലക്ഷൻ എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ്. ഒരു കൂട്ടത്തിൽ നിന്നും, ഒരു ജനക്കൂട്ടത്തിൽ നിന്നും ഒരു പ്രതിനിധിയായിട്ട് ഒരാൾ വരികയും അയാളെ ജനങ്ങൾ തിരഞ്ഞെടുക്കുകയും മറ്റുള്ള ആളുകളിലേറെ വോട്ട് നൽകി അയാളെ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുന്നതിന് നമുക്ക് എലക്ഷൻ എന്ന് പറയാം. ഓക്കെ, സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എലക്ഷൻ. പക്ഷെ മിഡ് ടേം എലക്ഷൻ ആണെങ്കിലും ബൈ എലക്ഷൻ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു പ്രത്യേകത, ബൈ എലക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഒരാള് 5 വർഷത്തെ ഭരണത്തിൽ ആ ഒരു പറഞ്ഞ എലക്ട് ചെയ്തപ്പെട്ട ആൾ മരണപ്പെടുകയോ രാജിവെക്കുകയോ ചെയ്ത് 2 വർഷത്തിലാണെങ്കിൽ പിന്നീട് വരുന്ന ആൾക്ക് കറക്റ്റ് ബാക്കിയുള്ള 3 വർഷമേ ഭരിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ വീണ്ടും 5 വർഷം ലഭിക്കില്ല. ഈ ഒരു നിലവിലുള്ള ആ ഒരു മന്ത്രിസഭയുടെ കൂടെ തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൽ ആ ഒരു കാലാവധി ലഭിക്കുകയുള്ളൂ. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് എലക്ഷൻ. ഞാൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞത്. കൂടുതലൊന്നും മനസ്സിലാക്കാനല്ല. വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എലക്ഷൻ എന്ന് പറഞ്ഞാൽ ജനറൽ എലക്ഷൻ ഉണ്ട്, ബൈ എലക്ഷൻ ഉണ്ട്, മിഡ് ടേം എലക്ഷൻ ഉണ്ട്. ഈ 3 കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതൊന്ന് ഡീറ്റെയിൽ ആക്കിയിട്ട് എഴുതിയാൽ മാർക്ക് ഫുള്ള് നമ്മുടെ കയ്യിൽ. ഓക്കെ, ഗവൺമെന്റിന്റെ ഒരു മെഷീനറീസ്, ഗവൺമെന്റ് സിസ്റ്റം ഒക്കെ മിസ്യൂസ് ചെയ്യുക, നമ്മൾ അനാവശ്യമായിട്ട് ഗവൺമെന്റ് സിസ്റ്റത്തെ യൂസ് ചെയ്യുക, ഇതൊക്കെ എന്താണ് ഒരു ഇലക്ട്രൽ സിസ്റ്റത്തിന്റെ നെഗറ്റീവ് ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ പാഠത്തിന് ചോദ്യങ്ങൾ വരുമ്പോൾ നമ്പർ 1 ക്വസ്റ്റ്യൻ വരാനുള്ളത് എന്താണ് ഒരു ഇലക്ട്രൽ പ്രോസസ്, എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ നടക്കുന്നത്. ഇതാണ് ഞാൻ ഈ പറഞ്ഞ ഈ ടോപ്പിക്കാണ് ഞാൻ പറഞ്ഞത്. എങ്ങനെയാണ് ഇന്ത്യയിൽ ഒരു ഇലക്ഷൻ നടക്കുന്നത് എന്ന് ചോദിക്കും. അത് എപ്പോഴും 4-5 മാർക്കിന് വരാറുണ്ട്. അതേപോലെ പിന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എലക്ഷന്റെ രൂപങ്ങൾ ഏതൊക്കെയാണ്, വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എലക്ഷൻ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ടോപ്പിക്ക് 2 മാർക്കിനോ 3 മാർക്കിനോ കൊടുക്കാൻ സാധിക്കും. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ടോപ്പിക്കാണ് വാട്ട് ആർ ദ ഡിമെറിറ്റ്സ് ഓഫ് ഇലക്ട്രൽ സിസ്റ്റം. ഒരു ജനാധിപത്യ രാജ്യത്തിൽ തിരഞ്ഞെടുപ്പിന്റെ നെഗറ്റീവ് സൈഡ്, അതിന്റെ ന്യൂനതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇവിടെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ദീസ് ആർ ദ ഡിമെറിറ്റ്സ് ഓഫ് ഇലക്ട്രൽ സിസ്റ്റം ഇൻ ഇന്ത്യ. ഇത്രയും മക്കളെ പഠിച്ചാൽ മതി, ഫുൾ മാർക്ക് നമ്മുടെ കയ്യിലാണ്. ഇതന്നെ ചോദ്യങ്ങൾ വരുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കണ്ടന്റ് ആക്കി മാത്രം പറഞ്ഞത്. കൂടുതലൊന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടിയാൽ പോരെ, ഈ കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരുന്നിട്ട് നിങ്ങൾ പോയാൽ മതി, ഫുൾ മാർക്ക്. ഓക്കെ.